രക്ഷാപ്രവർത്തനത്തിനെയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്കായി സഹകരിച്ചു. പോലീസ്, സിവിൽ അഡ്മിനിസ്ട്രേഷൻ എല്ലാവരും നമ്മുടെ കൂടെ സഹകരിച്ചു. അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കാൻ സാധിച്ചത്. ഇനി രക്ഷാദൗത്യം കൂടുതൽ എളുപ്പമാണ്. ഇനി വളരെ എളുപ്പമായ രക്ഷാദൗത്യം. അതാണ് ഞാൻ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണിത്. ബെയിലി പാലം ഇനിയിപ്പോൾ എല്ലാം എളുപ്പത്തിൽ നടക്കുമെന്നാണ് ഈ മദ്രാസ് റെജിമെന്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇതിൽ പ്രതികരണം നൽകിയിരുന്ന ബെയിലി പാലം നിർമ്മാണം പൂർത്തിയാക്കിയത് രക്ഷാപ്രവർത്തനത്തിന് വേഗം നൽകും എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കൂടുതൽ യന്ത്രസാമഗ്രികൾ അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയും. ഒപ്പം കൂടുതൽ വാഹനങ്ങൾ അങ്ങനെ വരുമ്പോൾ അത് കൂടുതൽ തെരച്ചിലിനൊക്കെ സഹായകരമാകും എന്നുള്ളതാണ്. മറ്റൊന്ന്, അവിടുത്തെ ആളുകൾക്ക് ഈ പാലം ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൂടിയാണ്. സ്ഥിരമായി മറ്റൊരു പാലം അവിടെ നിർമ്മിക്കുന്നത് വരെ ഈ പാലമാകും അവിടെ ഉണ്ടാവുക എന്ന് ഇപ്പോൾ ഈ ബലപരിശോധനയൊക്കെ വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. മുണ്ടക്കൈയിൽ ഇപ്പോൾ മഴയുണ്ട്, പക്ഷേ അവിടുത്തെ രക്ഷാദൗത്യം അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വീടുകൾ കേന്ദ്രീകരിച്ചൊക്കെയുള്ള രക്ഷാപ്രവർത്തനം, ജീവനുള്ളവരെ മുഴുവൻ രക്ഷിച്ചു എന്നത് സൈന്യം പറയുന്നു. ഇനിയിപ്പോൾ അവിടെ ആരും ബാക്കിയില്ല ജീവനോടെ എന്നൊക്കെയുള്ള ഏറ്റവും വേദനാജനകമായ യാഥാർത്ഥ്യത്തിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ദുരന്ത ഭൂമിയിലാകെ ജീവനോടെ ആരുമില്ല എന്ന് സൈന്യം അറിയിക്കുന്നു. സന്നദ്ധ പ്രവർത്തകർ ഇപ്പോൾ കനത്ത മഴയെ തുടർന്ന് ചില മേഖലകളിലെ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുന്നു, തെരച്ചിൽ താൽക്കാലികമായി നിർത്തുന്നു. പക്ഷേ ബെയിലി പാലത്തിൻ്റെ ഒരു നിർമ്മാണം പൂർത്തിയായതോടെ അവിടെ ആ മേഖലയിലൊക്കെയുള്ള രക്ഷാപ്രവർത്തനം ഇന്നും തുടരും എന്നുള്ള വിവരം അത് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകുന്നുണ്ടായിരുന്നു. ഷഫീദുണ്ട്. ഷഫീദ്, ഇപ്പോൾ ഈ പാലം ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം, അതായത് വാഹനങ്ങൾ കടത്തിവിടുന്ന, നേരത്തെ നമ്മൾ കണ്ടത് ഒരു പരിശോധനയാണ്. അതിൻ്റെ അടുത്ത ഘട്ടം അത് ഇന്ന് തന്നെ ഉണ്ടാകില്ലേ? അതെപ്പോഴാണ്? മദ്രാസ് റെജിമെന്റ് വളരെ അഭിമാനപൂർവ്വം നാടിന് സമർപ്പിച്ചത്. ആ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമായിരുന്നു. അതായത് ഒരൊറ്റ രാത്രിയും ഒരു പകലും എടുത്തുകൊണ്ട് അവർ പൂർത്തീകരിച്ച അവരുടെ എഫേർട്ടാണ്. എഫേർട്ടാണ് ഇപ്പോൾ ഈ രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായി, അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു നീക്കമായി നമുക്കതിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇപ്പോൾ അടുത്ത വാഹനം, അതായത് ആർമിയുടെ ആംബുലൻസ് വാഹനം, അതും ഈ പാലത്തിലേക്ക് അടുത്ത മിനിറ്റിൽ കയറും. അങ്ങനെ എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും മറ്റു വാഹനങ്ങൾ, അതിന് സ്വകാര്യ ആംബുലൻസ് ആണെങ്കിൽ കൂടി മറ്റു വാഹനങ്ങൾ പോകാൻ അനുവദിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആർമി ആംബുലൻസ് അത് ഈ ബെയിലി പാലത്തിൽ കൂടി അപ്പുറത്തേക്ക് മുണ്ടക്കൈയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് വലിയ തടസ്സമായിരുന്നത് അങ്ങനെ ഒരു ആംബുലൻസോ മറ്റ് സംവിധാനങ്ങളോ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോയി അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യ മണിക്കൂറുകളിലെ തിരിച്ചടി. ഇവിടെ ഉണ്ടായിരുന്ന പാലം അപ്പാടെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അതടക്കമുള്ള കാര്യങ്ങൾ ഒരൊറ്റ രാത്രിയും ഒരൊറ്റ പകലും കൊണ്ട് മദ്രാസ് റെജിമെന്റ് അത് പൂർത്തിയാക്കിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. അങ്ങനെ ഏത് രീതിയിലും നോക്കിയാലും നമ്മുടെ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് മദ്രാസ് റെജിമെന്റ്, ഇന്ത്യൻ ആർമി കാഴ്ചവെച്ചിരിക്കുന്ന ഈ വളരെ ശ്രമകരമായ ഒരു ദൗത്യമായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും. ഏതായാലും ആ രീതിയിൽ അവരുടെ ശ്രമം, അവരുടെ എഫേർട്ട് വിജയിച്ചിരിക്കുന്നു. അതിന്റെ ഒരു സന്തോഷം അവരുടെ മുഖത്തുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇതൊരു ദുരന്ത ഭൂമിയാണ്. ആ ദുരന്ത ഭൂമിയിൽ നമുക്ക് ആശ്വാസകരമായി മറ്റൊന്നുമില്ല. മനുഷ്യന്റെ വേദനയല്ലാതെ മറ്റൊന്നും നമുക്ക് ഈ സമയത്ത് പറയാനില്ല. അത് മാത്രമാണ് ഈ ദുരന്ത ഭൂമിയിൽ നമുക്കുള്ളത്. പക്ഷേ ഇന്ത്യൻ ആർമി നമ്മൾ കണ്ടതാണ് ഒരു ദിവസം മുൻപ് എയർഫോഴ്സിന്റെ ഒരു വിമാനം ഇവിടെ വന്ന് റെസ്ക്യൂ ഓപ്പറേഷൻ അടക്കം നടത്തുന്നത്. അങ്ങനെ ഒരു നാട് മുഴുവൻ ഒരു ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ആ നാട്ടിലേക്ക് കരസേന, നാവികസേന, അതേപോലെ എയർഫോഴ്സ് ഇവരെല്ലാവരും എത്തി നടത്തുന്ന രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടതാണ്. അതിന് സ്വാഭാവികമായും അവരോട് ഈ നാടിന് കടപ്പാടുണ്ടാകും, കേരളത്തിന് കടപ്പാടുണ്ടാകും, ഇന്ത്യൻ സേനയോട് കടപ്പാടുണ്ടാകും. അപ്പോഴും ആദ്യ മണിക്കൂർ രക്ഷാപ്രവർത്തനം നടത്തിയ കേരള പോലീസ്, ഫയർഫോഴ്സ്, ഈ പ്രാദേശിക സന്നദ്ധ സംഘടനകൾ, അവരുടെ ഒരു കാര്യം കൂടി നമ്മളിവിടെ എടുത്തു പറയും. അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട് ഈ ദുരന്തമുഖത്തെ അതിജീവിക്കാൻ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ, ജീവിതം നഷ്ടപ്പെട്ടു പോയവർ, ജീവിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയവർ, അതിനുമപ്പുറത്തേക്ക് വീടടക്കം നഷ്ടപ്പെട്ടു പോയ നിരവധി മനുഷ്യരുണ്ട്. അവരുടെ സങ്കടത്തിൽ അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നമ്മൾ നടത്തുന്ന റെസ്ക്യൂ ഓപ്പറേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി നമുക്കിതിനെ മാർക്ക് ചെയ്യാം, ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ മുണ്ടക്കൈ എന്ന് പറയപ്പെടുന്ന ഏറ്റവും
അപകടകരമായ ഒരു സ്ഥലത്ത്, മുന്നറിയിപ്പുകളുള്ള ഒരു സ്ഥലത്ത് അത് ഒറ്റപ്പെട്ടു പോയിരുന്നു. കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി, കുറച്ച് ദിവസങ്ങളായി ആ സ്ഥലത്ത് ഇപ്പോൾ ഒരു പാലം അത് വളരെ ചുരുക്കം സമയത്തിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. ആ പാലത്തിൽ ആദ്യ സ്കോർപിയോ വാഹനം കയറി. ഇനി ആർമിയുടെ ആംബുലൻസ് വാഹനം പാങ്ങോട് നിന്നുള്ളതാണ്, ക്ഷമിക്കണം, മദ്രാസിൽ നിന്നുള്ള ആർമിയുടെ ആദ്യ ആംബുലൻസ്, മെഡിക്കൽ ആംബുലൻസ് അവർ ആ പാലത്തിലൂടെ കയറ്റുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ശ്രമകരമായ ഒരു കാര്യം കൂടി നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമായി നമുക്കതിനെ കണക്കാക്കാൻ കഴിയും. ഏതായാലും പാലത്തിൽ കൂടി വാഹനം അങ്ങോട്ടേക്ക് കയറി പോകുന്നത് നമുക്കിപ്പോൾ കാണാം. ആദ്യ സ്കോർപിയോ വാഹനം പോയി, ഇനി ഒരു വലിയ വാഹനം പോവുകയാണ്. 24 ടൺ ശേഷി എന്നുള്ളതായിരുന്നു രാവിലെ നമ്മളോട് സംസാരിച്ച ആർമിയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇപ്പോൾ അടുത്ത വാഹനങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഒരു പരീക്ഷണം, അതൊരു ട്രക്കടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുപോയി ഒരു പരീക്ഷണം നടത്തുകയാണ്. അത് ഒരുപക്ഷെ വരും മാസങ്ങളിൽ മുണ്ടക്കയെ സംബന്ധിച്ച് അവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക ഒരു മാർഗവും ഇതായി മാറും. രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഘട്ടം. അതിനുമപ്പുറത്തേക്ക് പ്രതികൂല കാലാവസ്ഥകളെ അതിജീവിച്ചുകൊണ്ട് ഇന്ത്യൻ ആർമി അവരുടെ മദ്രാസ് റെജിമെന്റ് നടത്തിയ ഏറ്റവും അഭിമാനകരമായ ഒരു പ്രവൃത്തിയായി കൂടി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും. അനുജ, അപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമ്മുടെ സങ്കടം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യരെ കുറിച്ച് ഓർത്താണ്. അവരുടെ എണ്ണം ഇങ്ങനെ ഉയർന്നു വരുന്നത് ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാണാതായ ആളുകളിലും അത്രയധികം ആളുകളുണ്ട് എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിലൊരു വേദന, ഹൃദയത്തിലൊരു മുള്ള ഇപ്പോഴും എപ്പോഴും തറച്ചിട്ടുണ്ടാകും.